നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും റെമഡീസുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് നോക്കി. അതിൽ ലാസ്റ്റ് മെൻഷൻ ചെയ്തൊരു കോൺസെപ്റ്റാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണ് നോക്കാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ് ഒക്കേഴ്സ് ഇഫ് എനി പാർട്ടി refuse or fail to perform his part of contract or by his act make it impossible to perform its obligation under the contract. അപ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്കുള്ള ഒരു പാർട്ടി അയാളുടെ ഒബ്ലിഗേഷൻസ്, അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റുകയോ ചെയ്യുമ്പോഴാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ 2 പേരുണ്ടാവും. ആ 2 പേരും കോൺട്രാക്റ്റിലേക്ക് എഗ്രീഡ് ആകുമ്പോഴാണ് എഗ്രീഡ് പാർട്ടീസ് എന്ന് പറയും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ ആ കോൺട്രാക്റ്റ് അയാളുടെ ഒബ്ലിഗേഷൻസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് കൺസേൺ വിത്ത് റൈറ്റ് ഓഫ് ആക്ഷൻ അപ്പോൺ ദി എഗ്രീഡ് പാർട്ടി. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ എന്തുണ്ട്, എഗ്രീഡ് പാർട്ടിക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നു. സോ റൈറ്റ് ഓഫ് ആക്ഷൻ അപ്പോൺ ദി എഗ്രീഡ് പാർട്ടി. ആരാണോ ബ്രീച്ച് ചെയ്തത് അയാൾക്കെതിരെയുള്ള റൈറ്റാണ് എഗ്രീഡ് പാർട്ടിക്ക് കിട്ടുക. This right of action is the remedy available for the injured against the party committing the breach of contract. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായിട്ട് ഒരു പാർട്ടിക്ക് ഇഞ്ചോർഡ് അല്ലെങ്കിൽ ഡാമേജോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള റെമഡീസുകളാണ് നമ്മൾ റെമഡീസ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് റെമഡീസ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് നോക്കാം. സോ റെമഡീസ് ഓഫ് കോൺട്രാക്ട്സുകൾ എന്ന് പറഞ്ഞാൽ റെസിഷൻ ഓഫ് കോൺട്രാക്റ്റ്, suit for damage, suit for the conglomerates, suit for the specific performance of the contract and suit for the injunction. So നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറ് what you mean by the breach of contracts, what are the different kinds of remedies for the breach of contracts. So നിങ്ങൾ ഇത്ര കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ തരത്തിലുള്ള റെമഡീസുകളും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെയാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിസിഷൻ ഓഫ് മീൻസ് ദി ക്യാൻസലൈസേഷൻ ഓർ റിവിക്കേഷൻ ഓർ പുട്ടിങ് ഇൻ എൻഡ് ടു ദി കോൺട്രാക്റ്റ്. അപ്പോൾ റിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമാണ്. എഗ്രീഡ് പാർട്ടിക്ക് അയാളുടെ പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും, റദ്ദ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമാണ് റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ്. സോ one party to the contract committing breach, the other party treat the contract as a reside or cancel. അതായത് ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരാൾ എന്ത് ചെയ്തു, ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് തീരുമാനിക്കാം, ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, ക്യാൻസലായിപ്പോയി അല്ലെങ്കിൽ റിസൈൻ ചെയ്തു പോയി എന്ന് തീരുമാനിക്കാം. ആൻഡ് റീയൂസ് ഓഫ് ദി ഫർദർ പെർഫോമൻസ്, ഹെൻസ് he is freedom from the all the obligation under contract. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ട്, ഒരു ബ്രീച്ച് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ബ്രീച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചിന്തിക്കാം, ആ കോൺട്രാക്റ്റ് ക്യാൻസലായി പോയി. ഇനി അതിൻ്റെ ഫെർദർ ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻസ് എഗ്രീഡ് പാർട്ടിക്ക് വരില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നൊരാൾ 15 ടേബിൾ ഫാൻസ് ബിക്ക് നൽകാമെന്ന് പ്രോമിസ് ചെയ്തു. അപ്പോൾ ബി പറഞ്ഞു ഹി വിൽ പേ ദ എമൗണ്ട് ആഫ്റ്റർ റിസീവിങ് ദി ഓൾ ടേബിൾ ഫാൻസ്. പക്ഷേ എന്ത് ചെയ്തില്ല, ആ ടേബിൾ ഫാൻ സപ്ലൈ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ബിയുടെ ഒബ്ലിഗേഷനായ പേയ്മെൻറ്റ് എന്ന സംഭവം അവിടെ ഡിസ്ചാർജ് ഓട്ടോമാറ്റിക് ആയി. സോ ബിക്ക് ഒരിക്കലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എക്ക്. കാരണം എന്താണ്, എൻ്റെ പെർഫോമൻസ് നടന്നിട്ടില്ല. സോ അതാണ് റിസിഷൻ ഓഫ് കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിൾ. Then, as per the section 75, a person who rightly reside the contract is entitled to compensation for any damages which he is sustained through the fulfillment of the contract. അപ്പോൾ കോൺട്രാക്റ്റ് നടക്കുകയാണെങ്കിൽ വല്ല ബെനിഫിറ്റോ അതല്ലെങ്കിൽ കോൺട്രാക്റ്റ് നടക്കാത്തത് കൊണ്ട് നമ്മൾ എഗ്രീഡ് പാർട്ടിക്ക് വല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രീച്ച് ചെയ്ത പാർട്ടീൻ്റെ കയ്യിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ എഗ്രീഡ് പാർട്ടിക്ക് കിട്ടാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നു. ദെൻ അടുത്തൊരു കോൺസെപ്റ്റാണ്
റീഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ എഗ്രീഡ് പാർട്ടി ഈ ബ്രീച്ച് ചെയ്ത പാർട്ടിക്ക് ഒരു അഡ്വാൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ബെനിഫിറ്റ് എന്ത് ചെയ്യണം, തിരിച്ച് എഗ്രീഡ് പാർട്ടിക്ക് തന്നെ റിട്ടേൺ കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് മീൻസ് ദി റിട്ടേൺ ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ വൺ പാർട്ടി ഫ്രം ദ അതർ പാർട്ടി ഇൻ എ വോയിഡ് കോൺട്രാക്റ്റ്. Then, cases where the court may refuse the rescission. The court may, however, refuse to rescind the contract. ചില സമയത്ത് കോർട്ട് എന്ത് പറയും, നിങ്ങൾ എഗ്രീഡ് പാർട്ടിയുടെ റെസിഷനുള്ള അവകാശം എന്ത് ചെയ്യും, റദ്ദ് ചെയ്യും. അത് എപ്പോഴൊക്കെയെന്ന് വെച്ചാൽ വെൻ ദി പ്ലെയിൻഫിറ്റ് ഹാസ് എക്സ്പ്രസ്ലി ഇംപ്ലൈഡ്ലി റെക്ടിഫൈഡ് ദി കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റിൽ ഓൾറെഡി ഒരു തെറ്റുണ്ടായിരുന്നു, ആ തെറ്റ് നമ്മളെ എഗ്രീഡ് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് അയാൾ റെസ്പോണ്ട് ചെയ്യാതെ ആ കോൺട്രാക്റ്റും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അയാൾ ഓൾറെഡി ആ തെറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. സോ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആ തെറ്റിനെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശമായിരിക്കില്ല എഗ്രീഡ് പാർട്ടിക്ക് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണമാണ്, എച്ച് എന്നൊരാൾ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങി ഓൺ ദ ബേസിസ് ഓഫ് മിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പ്രോസ്പെക്ട്സിൽ ഉണ്ടായൊരു മിസ് സ്റ്റേറ്റ്മെൻറ്റ് കണക്കാക്കിയിട്ട് തന്നെ ഒരു പ്രോസ്പെക്ട്സ് വാങ്ങി. അതിന് ശേഷം അയാൾ എന്ത് ചെയ്തു, ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് അവെയർനെസ് ഒക്കെ ഉണ്ടായിട്ട് കൂടി അയാൾ അതിൻ്റെ ഡിവിഡൻറ്റ്, ആ ഷെയറിൻ്റെ ഡിവിഡൻറ്റും അതുപോലെ അതിൻ്റെ പേക്കോളൊക്കെ അടച്ചതും അതുപോലെ തന്നെ ഒരു ജനറൽ മീറ്റിങ്ങിൽ വോട്ടൊക്കെ ചെയ്തിരിക്കുന്നു. ഇതിനൊക്കെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പറയുകയാണ്, അയാൾ ഇതിൽ ഈ പ്രോസ്പെക്ട്സിൽ എന്തോ തെറ്റുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കോൺട്രാക്റ്റ് റെക്ടിഫൈ ചെയ്യണം, റെക്ടിഫിക്കേഷൻ കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ എച്ച് നാളുടെ എന്ത് ചെയ്യും, റൈറ്റ് ഓഫ് റെസിഷൻ ഇവിടെ ഓൾറെഡി ലൂസായിട്ടുണ്ട്. കാരണം എന്താണ്, അയാൾ ഓൾറെഡി അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും റിസീവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അയാൾ ആ കമ്പനി ഡിവിഡൻറ്റും അതുപോലെ വോട്ടവകാശമൊക്കെ നൽകിയിട്ട് നേരിട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ, അയാൾ ഓൾറെഡി ആ തെറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് രീതിയിൽ കോടതി കണക്കാക്കും. Where the owning the changes of circumstances, the party cannot be restore their original positions. ചിലപ്പോൾ നമ്മളെ സിറ്റുവേഷനിൽ വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എഗ്രീഡ് പാർട്ടിക്ക് എന്താ പറ്റില്ല, അയാളുടെ ഒറിജിനൽ പൊസിഷൻസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവകാശം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ where the third party have the during the substantial of the contract acquire the right in good faith എന്ന് വെച്ചാൽ, അതൊരു ഉദാഹരണം വെച്ച് പറയാം. എച്ച് എന്നൊരു അയാൾ ഫ്രോഡലൻ്റിൽ തന്നെ വൈൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗോൾഡ് റിങ് വാങ്ങി. ആ വാങ്ങിയതിന് ശേഷം വൈ എന്ത് ചെയ്തു, ആ ഗോൾഡ് റിങ് സെഡ് എന്ന ആൾക്ക് പണയം വെച്ചു. സോ ഇവിടെ സെഡ് ശരിക്കും പറഞ്ഞാൽ അയാൾ ലീഗലായിട്ടാണ് പണയത്തിന് ആ മുതൽ സ്വർണം വാങ്ങിയത്. അപ്പോൾ ഒരിക്കലും വൈക്ക് സെഡിനെതിരെ ഒരു കേസ് നൽകാനോ അതല്ലെങ്കിൽ അയാൾക്ക് ഈ വൈൻ്റെയും സെഡിൻ്റെയും കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമില്ല. കാരണം എന്ന് വെച്ചാൽ വൈയും സെഡും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് അതൊരു ഇൻറ്റൻഷനലി നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പണം വാങ്ങിയിട്ട് അതിനുള്ള മുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈ എന്നൊരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഞാൻ എക്സിൻ്റെ കയ്യിൽ നിന്ന് ഫ്രോഡലൻ്റിൽ വാങ്ങിയ സ്വർണ്ണമാണ്, ആ സ്വർണ്ണം ഞാൻ സെഡിന് പണയം വെച്ചു. അപ്പോൾ പണയം വെച്ചത് കൊണ്ട് തന്നെ അതൊരു ഫ്രോഡലൻ്റ് ഇൻവോൾവ് പണയ വസ്തു ആയതുകൊണ്ട് തന്നെ സെഡ് എനിക്കത് തിരിച്ച് തരണമെന്ന് ഒരിക്കലും വൈക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ സ്യൂട്ട് ഫോർ ഡാമേജ്. അടുത്ത കേസാണ് സ്യൂട്ട് ഫോർ ഡാമേജ് എന്ന് പറയുന്നത്. വെൻ എ കോൺട്രാക്ട് ഈസ് ബ്രോക്കൺ ദ ഇൻജൂർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഫോർ ദി ഡാമേജ്. അപ്പോൾ ഇൻജൂർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്കുണ്ടായ നഷ്ടത്തിനുള്ള ഡാമേജുകൾ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദി മോണിറ്ററി കോമ്പൻസേഷൻ ഫോർ ദി ലോസ്. അപ്പോൾ മോണിറ്ററി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പൈസ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഒരു പൈസ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടേണ്ടതാണ്. ആർക്ക്, ഇൻജൂർഡ് പാർട്ടിക്ക് കിട്ടേണ്ട അവകാശമുണ്ട്. സോ എന്തൊക്കെയാണ് ഡാമേജുകൾ നോക്കാം. ഓർഡിനറി ഡാമേജ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡാമേജ് ഉണ്ട്, ദെൻ എക്സംപ്ലറി ഡാമേജ് ഉണ്ട്, ദെൻ നോമിനൽ ഡാമേജ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഓർഡിനറി അല്ലെങ്കിൽ ജനറൽ ഡാമേജിലേക്ക് പോവാം. ഓക്കെ, ഓർഡിനറി ഡാമേജ് എന്ന് പറഞ്ഞാൽ വെൻ എ കോൺട്രാക്ട് ഹാസ് ബീൻ ബ്രോക്കൺ ദി ഇൻജൂർഡ് പാർട്ടി മേ സസ്റ്റെയിൻ സം damage or loss due to the
ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് ബ്രീച്ച് ആയതുകൊണ്ട് തന്നെ ഇഞ്ചേർഡ് പാർട്ടിക്ക് എന്തുണ്ടാവും, കുറച്ച് ലോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ലോസ് എന്ത് ചെയ്യണം, അയാൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റണം. സോ സച്ച് ലോസ്, അങ്ങനെ ഉണ്ടായ ലോസ് എങ്ങനത്തെ ലോസ് ആയിരിക്കണം, വിച്ച് ഈസ് എറൈസ് നാച്ചുറലി ഇൻ ദി കോഴ്സ് ഓഫ്, അല്ലെങ്കിൽ യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം ദി ബ്രീച്ച്. അത് യൂഷ്വലി ഉണ്ടാവുന്ന, ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഉണ്ടാവുന്നൊരു ഡാമേജ് ആയിരിക്കണം എന്ന് പറയുന്നു. അതിനെ പറയുന്ന പേരാണ് ഓർഡിനറി അല്ലെങ്കിൽ ജനറൽ ഡാമേജ് എന്ന് പറയും. ദെൻ ഈ ഓർഡിനറി അല്ലെങ്കിൽ ജനറൽ ഡാമേജിന് നമ്മൾ എന്ത് ചെയ്യും, അവാർഡ് ചെയ്യും അല്ലേ, ഫോർ ദി കോൺസിക്വൻഷൻസ് വിച്ച് ഈസ് എറൈസ് ഔട്ട് ഓഫ് ദി ബ്രീച്ച്. ഓർഡിനറി ഡാമേജും അതുപോലെ തന്നെ ജനറൽ ഡാമേജസിനും വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിവാർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതാണ്. വെൻ ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഹാസ് ബീൻ ഡൺ in the sense of ordinary or general purpose, there should be some losses has been made that should be rectified by giving certain amount of money to the injured party. Then general damages again can be calculated on the dates of breach, taking into consideration the prevailing circumstances and not a result of the subsequent changes in the circumstances. അപ്പോൾ ബ്രീച്ചസിൻ്റെ കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എത്രത്തോളം എമൗണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലോസസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അല്ലാതെ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രിവെയിലിംഗ് സർക്കംസ്റ്റാൻസസിൻ്റെ വാല്യൂസ് നമ്മളിവിടെ കണക്കാക്കുന്നില്ല. ആ കോൺട്രാക്റ്റ് അപ്പോൾ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എത്രത്തോളം നഷ്ടം ഇഞ്ചേർഡ് പാർട്ടി ഫേസ് ചെയ്യുന്നുണ്ട്, ആ നഷ്ടം എന്ത് ചെയ്യണം, നമ്മളെ ആരാണോ ബ്രീച്ച് ചെയ്ത പാർട്ടി ഹി ഹാവ് ടു give back to him. Then special damage എന്ന് പറയും, they are the damage which resulted from the breach of contract under special or unusual circumstances. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് യൂഷ്വൽ സർക്കംസ്റ്റാൻസസ് ആണെങ്കിൽ ഇവിടെ സ്പെഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളാണ്, ഒരു ബ്രീച്ച് കാരണം ഉണ്ടാവുന്ന നഷ്ടങ്ങളാണ് സ്പെഷ്യൽ ഡാമേജുകൾ പറയുന്നത്. സോ ഇൻ ദിസ് ഡാമേജ് ദ അഗ്രീഡ് പാർട്ടി may claim beside the general damage for any losses he suffered due to the special circumstances not both parties. എന്ന് വെച്ചാൽ അപ്പോൾ എഗ്രീഡ് പാർട്ടിക്ക് ഓൾറെഡി എന്തുന്നുണ്ട്, ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് ജനറൽ അല്ലെങ്കിൽ ഓർഡിനറി ഡാമേജിൻ്റെ പൈസ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോസും കൂടി ആർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്, നമ്മൾ എഗ്രീഡ് പാർട്ടിക്ക് എഗ്രീഡ് പാർട്ടിക്ക് ഈ ബ്രീച്ച് ചെയ്ത പാർട്ടി കൊടുക്കേണ്ടതാണ്. സോ എന്തൊക്കെയാണ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്ന് വെച്ചാൽ, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഇൻവോൾവ്ഡ് ഇൻ എ കോൺട്രാക്ട് മസ്റ്റ് ടു ബി നോ ദി പാർട്ടി എഗെയിൻസ്റ്റ് whom ദി സ്പെഷ്യൽ ഡാമേജ് ആർ ക്ലെയിംഡ്. അപ്പോൾ സ്പെഷ്യൽ ഡാമേജിൻ്റെ കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ എഗ്രി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആരാണോ ബ്രീച്ച് ചെയ്യാൻ പോകുന്ന ആളും അയാൾ ആ കാര്യത്തെ പറ്റിയിട്ട് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു പാർസൽ കമ്പനിയോട് എന്നൊരു പാർസൽ കമ്പനിയോട് എൻ്റെ കുറച്ച് ഗുഡ്സ് നമുക്ക് ചെന്നൈയിലേക്ക് എത്തിക്കണം. ആ ചെന്നൈയിൽ ഒരു സ്പെഷ്യൽ ഡേൻ്റെ അന്ന് എന്താണ്, അവിടെ ഫെസ്റ്റിവലാണ്. അപ്പോൾ എൻ്റെ ഗുഡ്സ് ആ സ്പെഷ്യൽ ഡേൻ്റെ അവിടെ റീച്ച് ചെയ്താൽ മാത്രമേ എനിക്ക് കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ ആ സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഗുഡ്സ് പാർസൽ കമ്പനിയോട് വഴി അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ ആ കമ്പനി, പാർസൽ കമ്പനി, ഞാൻ പറഞ്ഞ 31-ാം തീയതി ആയിരുന്നു, പക്ഷെ അവർ ആ പാർസൽ എത്തിച്ചത് 1-ാം തീയതിയാണ്. ദാറ്റ് മീൻസ് ദ ഫെസ്റ്റിവൽ ഈസ് ഓവർ. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ടാവുന്ന നഷ്ടം പാർസൽ കമ്പനി എന്ത് ചെയ്യണം, എനിക്ക് നികത്തി തരണം. സോ ഇതാണ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഡാമേജുകൾ എന്ന് പറയാം. സോ ഇവിടെ ഞാൻ ഓൾറെഡി കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, 31-ാം തീയതിക്ക് ആ പാർസൽ സർവീസ് അവിടെ എത്തേണ്ടതാണ്, അതല്ലെങ്കിൽ എനിക്ക് നഷ്ടം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ കേസ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു 31-ാം തീയതി എത്തണമെന്ന്, അല്ലെങ്കിൽ അന്നിക്ക് എത്തിയില്ലെങ്കിൽ എനിക്ക് നഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു റൈറ്റും ഇല്ല, ലേബിലിറ്റി കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് ആ എമൗണ്ട് കിട്ടാൻ, കോമ്പൻസേഷൻ കിട്ടാനുള്ള ഒരു റൈറ്റും ഇവിടെ പറയുന്നില്ല. ദെൻ എക്സംപ്ലറി അല്ലെങ്കിൽ പ്യൂണിറ്റി അല്ലെങ്കിൽ വിൻഡിറ്റീവ് ഡാമേജ് എന്ന് വെച്ചാൽ, എക്സംപ്ലറി ഡാമേജസ് ആർ അവോയ്ഡഡ് വിത്ത് വ്യൂ ടു പണിഷ് ദ ഗിൽറ്റി പാർട്ടി ഫോർ ദ ബ്രീച്ച്, നോട്ട് ആൻ ഐഡിയ വിത്ത് awarding the compensation to the injured party.
ഇവിടെ ഒരിക്കലും നമ്മൾ ഇഞ്ചോർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കാവുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് അല്ല. പകരം നമ്മൾ എക്സാമ്പിൾ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആരാണോ ബ്രീച്ച് ചെയ്യുന്നത് ആ ബ്രീച്ച് ചെയ്യുന്ന ആൾക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കാവുന്ന രീതിയിലുള്ള കോൺസെപ്റ്റാണ്. സോ ദീസ് ഡാമേജസ് ആർ ഗ്രാൻറ്റഡ് ഫോർ ദി ഇഞ്ചേർഡ് ഫീലിങ്സ്. ഇഞ്ചേർഡ് പാർട്ടീൻ്റെ ഫീലിങ്സ് സഫറിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഗ്രാൻറ്റ് മാത്രമാണ് ഈ എക്സംപ്ലറി ഡാമേജ് എന്ന് പറയുന്നത്. സോ എക്സംപ്ലറി ഡാമേജ് ഹാവ്സ് നോ പ്ലേസ് ഇൻ ദി ലോ ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ലോ ഓഫ് കോൺട്രാക്റ്റിൽ വല്ല കാര്യമായിട്ടുള്ളൊരു സ്കോപ്പും കാര്യങ്ങളൊന്നും എക്സംപ്ലറി ഡാമേജിനോട് പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ആൾക്കാരെ ഫീലിങ്സ്, ആൾക്കാരെ എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട് ഒരു ബ്രീച്ച് കാരണം, അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സംപ്ലറി ഡാമേജ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതിന്. സോ അതിന് ഉദാഹരണം ജസ്റ്റ് 2 ഉദാഹരണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റത്തെ ഉദാഹരണം പറയാം, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ടു മാരി എ. അപ്പോൾ ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ദി എമൗണ്ട് ഓഫ് ഡാമേജ് വിൽ ബി ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സ്റ്റെൻഡ് ടു ദി ഇഞ്ചേർഡ് പാർട്ടീസ് ഫീലിങ്സ്. അപ്പോൾ ആരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അയാളത് കോൺട്രാക്റ്റിന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കുണ്ടാകുന്ന ഫീലിങ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണക്കാക്കുമെന്ന് പറയുന്നു. ഇതിന് അടുത്തൊരു കേസാണ് ഡിസോണർ ഓഫ് ചെക്ക് ബൈ ദി ബാങ്കർ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു 10,000 രൂപ എനിക്ക് കൊടുക്കാണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചെക്ക് എഴുതി കൊടുത്തു, ഞാൻ 10,000 രൂപ 31-ാം തീയതി എനിക്ക് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. സോ എൻ്റെ അക്കൗണ്ടിൽ ഒരു 50,000 രൂപ വരെ ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ ബാങ്കുകാരൻ അത് നോക്കിയപ്പോൾ അതിൽ വെറും പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ചെക്ക് എന്തെങ്കിലും ഡിസോണറായി എന്ന് പറയും, ബൗൺസ് ചെയ്തു വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നെ വിളിച്ച് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എടാ നിൻ്റെ ചെക്ക്, നീ തന്ന ചെക്ക് എന്താ ഡിസോണറാണ്, പൈസ ഇല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ നഷ്ടം, മാനനഷ്ടം ഇവിടുത്തെ ബാങ്കർ എന്ത് ചെയ്യണം, അത് നികത്തണം. So the actual amount of damage will be differ from the according to the status of the party. The court may award the exemplary damages. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു, പക്ഷേ ബാങ്കർ പറഞ്ഞു അതിൽ പൈസ ഇല്ല കസ്റ്റമർക്ക് കൊടുക്കാൻ രീതിയിൽ. അപ്പോൾ എനിക്കുണ്ടായ മാനനഷ്ടം എന്ത് ചെയ്യണം, ആ ബാങ്കർ അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് എക്സംപ്ലറി. ഇവിടെ ഒരു കമ്പനി ലോ അല്ലെങ്കിൽ ബിസിനസ് ലോ പറയുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്ച്വൽ ലോസ് ഒന്നും പറയുന്നില്ല, പക്ഷേ നിയമം ഇത്രേ ഉള്ളൂ. ദെൻ നോമിനൽ ഡാമേജ്. നോമിനൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ എന്താണ്, നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇയാൾക്ക് അത് കിട്ടാൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുക മാത്രമാണ് നോമിനൽ ഡാമേജ് എന്ന് പറയുന്നത്. സോ ദീസ് ഡാമേജസ് ആർ അവോർഡഡ് സിംപിളി ടു റെക്കഗ്നൈസ് ദി റൈറ്റ് ഓഫ് പാർട്ടി ടു ക്ലെയിം ഫോർ ദ ഡാമേജസ് ഫോർ ദ ബ്രീച്ച് ഓഫ് ദി കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റിൽ ബ്രീച്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അതിലെന്തോ ഒരു അവകാശം ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നോമിനൽ ഡാമേജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ കേസ് വേർ ഓൺലി ദി ടെക്നിക്കൽ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് ബട്ട് നോ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഇസ് ദർ. ഇവിടെ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഒന്നുമില്ല, ഇവിടെ ടെക്നിക്കലായിട്ടുള്ളൊരു ലീഗൽ വയലേഷൻസ് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. യൂഷ്വലി ഇത് നോമിനൽ ഡാമേജ് വരും. ചിലപ്പോൾ നമ്മളെ കോടതി അവാർഡ് ചെയ്യും, ചിലപ്പോൾ നമ്മളെ കോടതി അവാർഡ് ചെയ്യില്ല. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലിക്വിഡേറ്റ് ഡാമേജും പെനാൾട്ടിയും കേസും. സോ ലിക്വിഡേറ്റ് ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് എഗ്രീഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇൻ ദി നേച്ചർ ഓഫ് ഫെയർ ആൻഡ് ഓണസ്റ്റ് പ്രീ എസ്റ്റിമേഷൻ ഓഫ് പ്രോബ്ലം ഓഫ് ഡാമേജ്. സോ നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു പാർട്ടി കോൺട്രാക്റ്റിലേക്ക് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന നഷ്ടത്തിന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹോണസ്റ്റി ആയിട്ട് പ്രീ എസ്റ്റിമേഷൻ ചെയ്തിട്ട് ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ ആ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ടു പേ ദിസ് സെർട്ടൻ എമൗണ്ട് ഓഫ് മണി ടു ദി ഇൻജേർഡ് പാർട്ടി. ഇത് എന്തുകൊണ്ടിനാണ് വെച്ചാൽ, സോ ഫസ്റ്റത്തെ കേസ് വെച്ചാൽ ടു അവോയ്ഡ് ദി അൺസർട്ടനിറ്റി എമൗണ്ട് ഓഫ് ഡാമേജ്. ഇപ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡാമേജിൻ്റെ അൺസർട്ടനിറ്റി ഒഴിവാക്കാനും, അതുപോലെ തന്നെ ടു അവോയ്ഡ് ദി എക്സ്പെൻസസ് ഓഫ് പ്രൂവിങ് ദി ഡാമേജ് ഇൻ കോർട്ട്. കോടതിയിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു കേസ് നടക്കുകയാണെങ്കിൽ ആ കേസിൻ്റെ എക്സ്പെൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ദെൻ അടുത്തതാണ് പെനാൽറ്റി. എ പെനാൽറ്റി ഈസ് എ സം നെയ്മഡ് ഇൻ ദി കോൺട്രാക്ട് അറ്റ് ദി ഫോർമേഷൻ വിച്ച് ഈസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടു ദി ചേഞ്ചസ് ലൈക്ക് ടു അക്യൂറിങ് ദി റിസൾട്ട് ഓഫ് ദി ബ്രീച്ച്. അപ്പോൾ നമ്മൾ മറ്റേ ലിക്വിഡേറ്റഡ് ഡാമേജിൽ പറഞ്ഞു, അതിൽ കറക്റ്റ് ഫെയർ ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പ്രീ എസ്റ്റിമേറ്റഡും. ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി സം കാൽക്കുലേഷൻ ഇഫ് ദർ ഈസ് സം ബ്രീച്ചസ് ഓഫ് കോൺട്രാക്ട്സ് ഹാസ് ബീൻ ഡൺ. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന
ലോസസ് എത്രത്തോളം ഉണ്ടെന്നൊരു പ്രീ എസ്റ്റിമേഷൻ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ പെനാൽറ്റി അങ്ങനെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊന്നുമില്ല. സോ എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെർട്ടൻ എമൗണ്ട് ഓഫ് പെനാൽറ്റി എന്ത് ചെയ്യണം, ഏത് പാർട്ടിയാണ് ബ്രീച്ച് ചെയ്ത് അവർ അടക്കേണ്ടതാണ്. സോ ഇറ്റ് ഈസ് ദ ഫിക്സിങ് ഓർ സെക്യൂറിങ് ദി പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. സോ പെനാൽറ്റി ശരിക്കും വെക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇവിടെ പെനാൽറ്റിയിലും അതുപോലെ ലിക്വിഡേറ്റ് ഡാമേജിൻ്റെയും വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടും യൂഷ്വലി എന്താണ്, സെയിം ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ സ്യൂട്ട് ഫോർ ദി ക്വാണ്ടം മെറിറ്റ്. സോ ദ ടേംസ് ക്വാണ്ടം മെറിറ്റ് മീൻസ് ദി ആസ് മച്ച് ആസ് ഏൺഡ് ഓർ ഇൻ പ്രൊപ്പോർഷൻ ടു ദി വർക്ക് ഡൺ. അപ്പോൾ ക്വാണ്ടം മെറിറ്റ് യൂസ്വലി ഉപയോഗിക്കുന്ന നമ്മൾ ഒരാൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ട് അയാൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട വരുമാനം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് എത്രയുണ്ടെങ്കിൽ അത് എത്രയാണ് ശരിക്കും അത് അയാൾക്ക് കിട്ടേണ്ടതാണ്. അതാണ് സ്യൂട്ട് ഫോർ ദി ക്വാണ്ടം മെറിറ്റ് എന്ന കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദി ലീഗൽ സെൻസ് ഇറ്റ് മീൻസ് ദി പേയ്മെൻറ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി വർക്ക് ഡൺ ഓർ ദി റീസണബിൾ വാല്യൂ ഫോർ ദി വർക്ക് ഡൺ ഓർ ദി സർവീസ് റെൻഡേഡ്. അപ്പോൾ ഒരാൾ ചെയ്ത വർക്കിനോ അല്ലെങ്കിൽ അയാളെ സർവീസിനോ കൊടുക്കേണ്ട എത്രയാണ് എമൗണ്ട്, അത്രത്തോളം എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് എന്ന രീതിയിലാണ് സ്യൂട്ട് ഫോർ ദി ക്വാണ്ടം മെറിറ്റ് പറയുന്നത്. സോ ദാറ്റ് വെൻ ഈസ് എ പേഴ്സൺ ഹു ഹാസ് ഡൺ സം വർക്ക്സ് അണ്ടർ എ കോൺട്രാക്ട് and other parties repudiate the contract or some event has been which make the further performance of the contract is impossible, then the party who performed the work can claim for the remuneration for the work he has already done. അപ്പോൾ എന്തെങ്കിലും ഒരു ആൾ മറ്റൊരാളായിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ മറ്റൊരാൾ ആ കോൺട്രാക്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്തു, ബ്രീച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സം ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായതിന് ശേഷം ഫെർദർ പെർഫോമൻസ് ആ കോൺട്രാക്റ്റിലേക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പോലും ആ കോൺട്രാക്റ്റ് മുഖേന അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് പ്രകാരം വർക്ക് ചെയ്ത ആൾക്ക് അതിനുള്ള റെമ്യൂണറേഷൻ, അയാൾ ചെയ്ത കാര്യത്തിനുള്ള റെമ്യൂണറേഷൻ കിട്ടാനുള്ള അവകാശമുണ്ടെന്നാണ് സ്യൂട്ട് ഫോർ ദി ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെ ക്ലെയിം ഫോർ ദി ക്വാണ്ടം മെറിറ്റ്. ഫസ്റ്റത്തെ ക്ലെയിമാണ് വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി വോയിഡ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് എന്തായിരുന്നു, വോയിഡ് അല്ലായിരുന്നു. പക്ഷെ കുറച്ച് സെർട്ടൻ സമയം കഴിഞ്ഞപ്പോൾ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, വോയിഡായിട്ട് മാറി. ഇത് ശരിക്കും ടെക്നിക്കൽ റീസണായിട്ട് കണക്കാക്കാം. വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിസ്കവർ ടു ബി unenforceable for some technical reasons, any person who received any advantage under such a contract is bound to be restore it and make compensation for it to the person who have received the advantage. അപ്പോൾ ആരിൽ നിന്നാണോ അയാൾക്ക് ഒരു അഡ്വാൻറ്റേജ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ എച്ച് എന്നൊരാളെ ഒരു കമ്പനി അപ്പോയിൻ്റ് ചെയ്തു, ഒരു ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ എച്ച് എന്ന ആൾക്ക് എന്താ പറ്റില്ല, ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ല എന്ന് മനസ്സിലായി. എങ്കിൽ പോലും എച്ചിന് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് അയാൾ ചെയ്ത വർക്കിനുള്ള റെമ്യൂണറേഷൻ കിട്ടാനുള്ള അവകാശം ഉണ്ട്. ദെൻ അടുത്ത കേസ് സംതിങ് ഈസ് ഡൺ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡു സോ ഗ്രാറ്റിറ്റ്യൂസ്ലി. അപ്പോൾ ഒരാൾക്ക് സൗജന്യമായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നന്മ ചെയ്യണ രീതിയിൽ അല്ലാതെ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ അതിനുള്ള വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെമ്യൂണറേഷൻ കൊടുക്കാനുള്ള ഒരു ബാധ്യത ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പൂർ ബോയ് ഒരു ആളുടെ കാറ് കഴുകുകയാണ്. ആ കാറിൻ്റെ ഓണർ ആ സമയത്ത് അയാളോട് ഒരു ഒബ്ജക്ഷൻ ചെയ്തില്ല. കാറ് കഴുകിക്കോട്ടെ എന്ന മട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ ആ കാറ് കഴുകിയ പൂർ ബോയ്ക്ക് ബീൻ്റെ കയ്യിൽ നിന്ന് ഒരു റീസണബിളായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത്. വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിവിസിബിൾ. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഡിവിസിബിൾ ആകാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ, വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിവിസിബിൾ ആൻഡ് ദി പാർട്ടി നോട്ട് ഇൻ ഡിഫാൾട്ട് ഹാസ് എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് ദി പാർട്ട് ഓഫ് പെർഫോമൻസ്, ദ പാർട്ടി ഇൻ ദി ഡിഫാൾട്ട് മേ സ്യൂ ഓൺ ക്വാണ്ടം മെറിറ്റ്. അതായത് ഒരു കോൺട്രാക്റ്റ് ഡിവിസിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്, മെഷർ ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി എന്ത് ചെയ്തു, ആ കോൺട്രാക്റ്റിൽ ഒരു ഡിഫാൾട്ട് ഉണ്ടാക്കി. ഡിഫാൾട്ട് മീൻസ് ഹി ജസ്റ്റ് ബ്രീച്ച് ദ കോൺട്രാക്റ്റ്. പക്ഷേ എങ്കിൽ പോലും അതിൽ ബ്രീച്ച് ചെയ്യാത്ത കുറച്ച് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിഫാൾട്ട് ചെയ്യാത്ത
എഗ്രീഡ് പാർട്ടി എന്തൊക്കെ ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റിസീവ് ചെയ്ത ബെനിഫിറ്റിന് അയാൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് നൽകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ എ എന്നൊരു കോൺട്രാക്ടർ ബി എന്നൊരു ആൾക്ക് എന്ത് ചെയ്തു, 500 ബാഗ് സിമെൻറ്റ് നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് പറഞ്ഞ ഡേറ്റ് ഒക്ടോബർ 1-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞത്. ഒക്ടോബർ 1-ാം തീയതിക്ക് ശേഷം മുന്നൊക്കെ ഇവിടെ ആകെ ടോട്ടലായിട്ട് എന്നൊരാൾ ബിക്ക് നൽകിയ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 200 പാക്കറ്റ് സിമെൻറ്റുകൾ, അല്ലെങ്കിൽ 200 പേജ് അല്ലെങ്കിൽ ബാഗ് സിമെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ ബിക്ക് നൽകിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വെറും 300 സിമെൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് എ നോൺ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോലും, ഏസ് ഗിൽറ്റി ആണെങ്കിൽ പോലും ബിക്ക് കിട്ടിയ 200 ബാഗിൻ്റെ എമൗണ്ടിൻ്റെ പൈസ എക്ക് നൽകണമെന്നാണ് പറയുന്നത്. സോ എ ഈസ് എൻറ്റൈൽഡ് ടു റിസീവ് ദി പ്രൈസ് ഫോർ ദി 200 ബാഗ്സ് ആസ് ദേ ആർ ബി അക്സെപ്റ്റഡ് ബൈ ദി ബി. വൺ പാർട്ടി abandoned or refused to perform the contract. ഇപ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കി, പക്ഷേ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, അതിൽ ഒരു പാർട്ടി പറഞ്ഞു ഇനി ആ കോൺട്രാക്റ്റ് വേണ്ട, അതല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇനി പെർഫോം ചെയ്യേണ്ട രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ, അപ്പോൾ എന്താ, പാർട്ടി ഓഫ് ദി കോൺട്രാക്ട് പെർഫോം എ പാർട്ട് ഓഫ് കോൺട്രാക്ട് ബട്ട് അബാൻഡൻ ഇറ്റ് വിത്തൗട്ട് എനി കംപ്ലീറ്റിംഗ് ഓർ റിഫ്യൂസ് ടു പെർഫോം ദി റിമൈനിങ് പാർട്ട്, then the other party can claim the compensation for the work done on the basis of quantum merit. എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു ഒരു കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു. സോ ഒരു പകുതി എത്തി, ആ കോൺട്രാക്റ്റ് പകുതി എത്തിയപ്പോൾ എന്ത് ചെയ്തു, മറ്റേ ആൾ പറഞ്ഞു ഇനി വേണ്ട, നമുക്ക് ആ കോൺട്രാക്റ്റ് നിർത്തി വെക്കാം, നമ്മൾ ആ വർക്ക് തന്നെ നിർത്തി വെക്കുകയാണെന്ന രീതിയിൽ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ, ഇവിടെ കോൺട്രാക്റ്റ് ഓൾറെഡി മെൻഷൻ ചെയ്ത് നമ്മൾ ആ ജോലി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആരെയാണ് അപ്പോയിൻ്റ് ചെയ്ത് അയാൾക്ക് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അയാൾക്ക് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഒരു ഉദാഹരണമാണ്, എ എന്നൊരാൾ നമ്മൾ ഒരു ബി എന്നൊരു ഡോക്ടറിനായിട്ട് എന്ത് ചെയ്തൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടു, ഒരു ഹെൽത്തിൻ്റെ മാഗസിൻ പബ്ലിഷ് ചെയ്യാമെന്ന്. അങ്ങനെ എ എന്ത് ചെയ്തു, പറഞ്ഞു എനിക്കൊരു മാസം 15,000 രൂപ അതിന് ഫീസായിട്ട് കിട്ടണം. അങ്ങനെ ഒരു 4-5 ഒരു പബ്ലിക്കേഷൻസൊക്കെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഒരു വിത്തൗട്ട് എനി നോട്ടീസ് എ പറഞ്ഞു നമുക്ക് ആ മാഗസിൻ്റെ പ്രോഗ്രാം നിർത്തി വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എ എന്നൊരാൾ ആ മാഗസിന് വേണ്ടിയിട്ട് ചിലവാക്കിയ സമയം, ആ ചിലവാക്കിയ എഫേർട്ടും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, അയാൾക്കൊരു മെറിറ്റ് അല്ലെങ്കിൽ അയാൾക്കൊരു കോമ്പൻസേഷൻ കിട്ടണം. സോ ഹി ഹാസ് എൻറ്റൈൽഡ് ടു റിസീവ് സം സർട്ടൺ ഓഫ് മണി ഫ്രം ദി എ ഫോർ എൻഗേജിങ് ദി വർക്ക്സ് ഫോർ ദി മാഗസിൻസ്. അതാണ് മെറിറ്റ് ഫോർ ദി ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, എക്കല്ല കിട്ടേണ്ടത്, ബി എന്ന ഡോക്ടർക്കാണ് ആ കോമ്പൻസേഷൻ കിട്ടേണ്ടത്. വെൻ എ ഇൻഡിവിസിബിൾ കോൺട്രാക്റ്റ് ഈസ് പെർഫോംഡ് ബാഡ്ലി. അപ്പോൾ ഒരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു, പക്ഷെ അത് ചെയ്ത പെർഫോമൻസ് എന്തായിരുന്നു, ഒരു ബാഡ്ലി ആയിരുന്നു, ഒരു നമുക്കൊരു നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വാണ്ടം മെറിറ്റിനെ കണക്കാക്കേണ്ടത്? സോ വെൻ എ ഇൻഡിവിസിബിൾ കോൺട്രാക്ട്സ് ഫോർ ലംസം ഹാസ് ബീൻ കംപ്ലീറ്റ് പെർഫോംഡ് but badly, the person performing is entitled to claim the whole amount, but the other party can make deduction for the bad work. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ജ്വല്ലറി ഉടമയായിരുന്നു. അപ്പോൾ ഞാൻ ബി എന്നൊരാളോട് പറഞ്ഞു എൻ്റെ ജ്വല്ലറി എന്താണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അയാൾക്ക് ഞാൻ 60,000 രൂപ കൊടുത്തു. അങ്ങനെ അയാൾ ആ വർക്ക് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ മിസ്റ്റേക്കൊക്കെ ഞാൻ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക് ഞാൻ എന്ത് ചെയ്തു, 12,000 രൂപ നൽകി. അങ്ങനെയാണെങ്കിൽ എക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫുൾ 60,000 രൂപ കിട്ടാൻ അവകാശം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത് അതിൻ്റെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ 12,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് ഡിഡക്ഷൻ ഓൺ ദി 60,000 റുപ്പീസ്. അപ്പോൾ 60,000 കൊടുക്കേണ്ടടുത്ത് ഞാൻ എന്ത് ചെയ്യാം, 12,000 രൂപ കുറച്ചതിന് ശേഷം എക്ക് അല്ലെങ്കിൽ ഞാൻ ആർക്കാണോ ആ ഡെക്കറേറ്റ് ചെയ്യാൻ കൊടുത്തത് അവർക്ക് ആ എമൗണ്ട് കൊടുത്താൽ മതി. അടുത്തൊരു റെമഡിയാണ് സ്യൂട്ട് ഫോർ ദി സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോർട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഡാമേജുകളും കാര്യങ്ങളുണ്ട്, അതിനുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ റെമഡികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് സ്യൂട്ട് ഫോർ ദി സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് ഡാമേജസ് ആർ നോട്ട് ആഡ്യൂക്കേറ്റ് റെമഡി ഫോർ ദി ബ്രീച്ച് ഓഫ് ദി കോൺട്രാക്ട്സ്. അപ്പോൾ ഡാമേജസിൻ്റെ കോമ്പൻസേഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതിന് റെമഡി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. Instead, in such cases, the circumstances of court
direct the defaulting party to perform the contract. അപ്പോൾ ഡിഫോൾട്ടിംഗ് പാർട്ടിനോട് പറയുകയാണ് they have to perform the contract according to the terms of the contract. അപ്പോൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് പ്രകാരം തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പറയുന്നതാണ് suit for the specific performance of the contract. Then the specific performance of contract cannot be claimed as a matter of right. The court may always discretion to granted the relay by the specific performance or not. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് കിട്ടണമെന്ന് റൈറ്റ് പറയാനുള്ള അവകാശമൊന്നുമില്ല. കോടതിക്ക് തീരുമാനിക്കുക ഈ സ്പെസിഫിക് പെർഫോമൻസ് കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ. ദെൻ കേസസ് വേർ ദി കോർട്ട് ഓർഡർ ദി സ്പെസിഫിക് പെർഫോമൻസ്. എപ്പോഴൊക്കെയാണ് സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യണമെന്ന് കോടതി ഇമ്പോസ് ചെയ്യുന്നത് നോക്കാം. വേർ ദി കോമ്പൻസേഷൻ ഇൻ മണി ഫോർ ദി നോൺ പെർഫോമൻസ് കുഡ് നോട്ട് ദി ആഡിക്വേറ്റ് റിലീഫ്. അപ്പോൾ നമ്മൾ ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതിന് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മണി കോമ്പൻസേഷൻ കൊടുത്താൽ പോലും അതിന് ഒരിക്കലും എന്തെങ്കിലും വരാൻ പോകുന്നില്ല, ഒരു കോമ്പൻസേഷൻ ആഡിക്വേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് നടത്തുക തന്നെ ചെയ്യണം. വേർ ദർ ഈസ് എക്സിസ്റ്റൻസ് നോൺ സ്റ്റാൻഡേർഡ് ഫോർ ദി അസർട്ടൈനിങ് ദി ആക്ച്വൽ ഡാമേജ് കോസ്ഡ് ബൈ ദി നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ഉണ്ടായപ്പോൾ അതിൻ്റെ ആക്ച്വൽ ലോസ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് മുറുകാനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടി വരും. ദെൻ വെൻ ദ പ്രോബബിൾ മോണിറ്ററി കൺസിഡറേഷൻ ഓൺ നോൺ പെർഫോമൻസ് ഓഫ് ദി ആക്ട് കനോട്ട് ബി ഒബ്റ്റെയിൻ. അപ്പോൾ ആ നോൺ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മോണിറ്ററി ബെനിഫിറ്റ്സുകൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു പെർഫോം എ പെർസെൻറ്റ് പെർഫോമൻസ്. ദെൻ അടുത്ത കേസാണ് സ്യൂട്ട് ഫോർ ദി ഇൻജക്ഷൻസ്. ശരിക്കും പറഞ്ഞാൽ ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് ഓർഡറാണ്. കോടതി പറയുകയാണ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കോടതി പറയും ചെയ്യണമെന്ന രീതിയിലൊരു ഇൻജക്ഷൻ ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് എ പർട്ടിക്കുലർലി അപ്രോപ്രിയേറ്റ് ഇൻ കേസ് ഓഫ് ദി ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ട സമയത്ത് നമ്മളെ എതിർ പാർട്ടി അല്ലെങ്കിൽ എഗ്രീഡ് പാർട്ടി അഥവാ ഭാവിയിൽ വല്ല ബ്രീച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബ്രീച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയാമല്ലേ കോടതി സ്റ്റേ ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻജക്ഷൻ്റെ ഭാഗമായിട്ട് വരും. സോ ഒരു കേസ് എന്ന് പറയുന്നത് രണ്ടാൾ, നെൽസൺ എന്നൊരാൾ, നെൽസൺ എന്ന പെണ്ണാണ്. ഈ നെൽസനും അതുപോലെ തന്നെ വാരം ബ്രോസ് എന്ന ഫിലിംസിൻ ഒരു കേസാണ് ശരിക്കും ഈ സ്യൂട്ട് ഫോർ ഇൻജക്ഷനിൽ പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു കേസ്. അപ്പോൾ 1937 ഈ നെൽസനും അതുപോലെ തന്നെ വാരം ബ്രോസും ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടും. അതായത് ഒരു വർഷത്തേക്ക് ഈ നെൽസൺ എന്നൊരാൾ അല്ലെങ്കിൽ ആ പെണ്ണ് വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല, അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ അതിനിടയിൽ ഈ സ്ത്രീ എന്ത് ചെയ്തു, വേറൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടിട്ടും വേറൊരാളെ ടീമിനേറ്റും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. ആ സമയത്ത് വാരം ബ്രോസ് എന്ത് ചെയ്തു, കോടതി പോയിട്ട് പറഞ്ഞു ഇവർ ഞങ്ങളെ കോൺട്രാക്റ്റിന് ബ്രീച്ച് ചെയ്തിട്ട് മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, സോ ദേ ഷുഡ് ബി, അതിനെതിരെ ഒരു ഇൻജക്ഷൻ വേണം എന്ന് പറഞ്ഞു. ആ റേഞ്ചിലാണ് ഈ കേസ്, ഈ ഇൻജക്ഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത് തന്നെ. സോ ഇൻ കേസസ് the party make break of the contract, the injured party under certain circumstances apply to the court for the issuing of an injunction with a view of prohibiting the part of making breach of the contract doing something against the terms and conditions. അപ്പോൾ നമ്മളുണ്ടാക്കിയ കോൺട്രാക്റ്റുമായിട്ട് അത് ബ്രീച്ച് ചെയ്യാൻ പോകുന്നൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ ചെയ്യുന്നത്.